കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിൽ. കൊച്ചിയിൽ നടക്കുന്ന കോൺഗ്രസ് നേതൃസംഗമത്തിൽ രാഹുൽ പങ്കെടുക്കും. UDF നേതാക്കളുമായും രാഹുൽ ഗാന്ധി ചർച്ച നടത്തും. N. ശ്രീനാഥ് ചേരുന്നു വിവരങ്ങളുമായി. ശ്രീനാഥ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് എന്തൊക്കെ പരിപാടികളാണ് കേരളത്തിലുള്ളത്? ഇന്ന് 1:45 രാഹുൽ ഗാന്ധി നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുക. അവിടെ നിന്ന് നേരെ അദ്ദേഹം എത്തുന്നത് MA ഷാനവാസിന്റെ അന്തരിച്ച കോൺഗ്രസ് നേതാവ് MA ഷാനവാസിന്റെ വസതിയിലേക്കായിരിക്കും. അവിടെ അദ്ദേഹം പ്രാദേശിക കോൺഗ്രസ് നേതാക്കളെയും കാണുമെന്നാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. അതിനുശേഷമാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ സമ്മേളന വേദിയിലേക്ക് എത്തുക. ഈ സമ്മേളന വേദിയിൽ 2:45 മുതൽ 4:45 വരെ അദ്ദേഹം ചെലവഴിക്കും എന്നാണ് അറിയുന്നത്. കോൺഗ്രസിന്റെ നേതൃസംഘവുമാണ്. എല്ലാ ബൂത്ത് പ്രസിഡന്റുമാരും വനിതകളായ ബൂത്ത് വൈസ് പ്രസിഡന്റുമാരും KPCC DCC ഭാരവാഹികളുമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 30,000-ഓളം പേർ ഈ യോഗത്തിലെത്തും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം UDF നേതാക്കളുമായുള്ള ഒരു ചർച്ചയുണ്ട്. ആ ചർച്ചയിലും അദ്ദേഹം പങ്കെടുക്കും. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ളൊരു ചർച്ചയാണ്. തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കണം, എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകണം തുടങ്ങിയ ആഹ്വാനമായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം 5:45 ഡൽഹിയിലേക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തെ വലിയ ആവേശത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കാണുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായി ശബരിമല പ്രശ്നങ്ങളും മറ്റും കോൺഗ്രസിനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനൊരു പുത്തൻ ഉണർവ് നൽകിക്കൊണ്ട് പ്രവർത്തകരെ സജ്ജമാക്കുക, തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ പ്രവർത്തകരും ഈ യോഗത്തെ കാണുന്നത്. മാത്രമല്ല, ഇന്നലെ ഛത്തീസ്ഗഡിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ പോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള എന്തെങ്കിലും ഒരു പ്രസ്താവന ഇവിടെയും ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയും പ്രവർത്തകർക്കുണ്ട്. സനീഷ്. ശ്രീനാഥ്, സ്വാഭാവികമായും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകുമല്ലോ. ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ സ്ഥാനാർത്ഥി നിർണയം പോലുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രാഥമികമായ എന്തെങ്കിലും ആശയവിനിമയമെങ്കിലും നേതൃത്വവുമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? UDF നേതാക്കളുമായുള്ള ചർച്ചയിൽ പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാഥമിക ചർച്ചകളായിരിക്കും ആരംഭിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം നിരവധി ആവശ്യങ്ങൾ വിവിധ ഘടകകക്ഷികൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകുക ബുദ്ധിമുട്ടാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേക സാഹചര്യം എല്ലാവരും ഉൾക്കൊള്ളണം എന്നൊരു ആഹ്വാനം രാഹുൽ ഗാന്ധി അവരോട് നടത്തും എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായാലും വിശദമായ ഒരു ചർച്ചയ്ക്കുള്ള ഒരു സമയമൊന്നുമില്ല. കാരണം ഏതാണ്ട് 1 മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന് UDF നേതാക്കളുമായി ചെലവഴിക്കാൻ കിട്ടുന്നുള്ളൂ. ബാക്കിയൊക്കെ യാത്രയ്ക്കും MA ഷാനവാസിന്റെ വസതിയിലെ സന്ദർശനത്തിനുമൊക്കെയായി ചെലവഴിക്കും. അതുകൊണ്ട് വിശദമായ ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കൊന്നും തന്നെ ഈ യാത്രയിൽ ഇത്തവണത്തെ സന്ദർശനത്തിൽ സമയം. ശ്രീനാഥ്, രാഹുൽ ഗാന്ധി 1:30 കൊച്ചിയിലേക്ക് എത്തും. വൈകിട്ട് 5 മണി വരെ അദ്ദേഹത്തിന് പരിപാടികളുണ്ട്. കോൺഗ്രസ് നേതൃത്വം നേതാക്കളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. നന്ദി ശ്രീനാഥ് വിവരങ്ങൾക്ക്.